ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടി. നമ്മൾ സാധാരണ അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന നല്ല നൈസായിട്ടുള്ള പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ 1/2 കപ്പ് മൈദ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂണോളം റവ കൂടെയാണ്. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. മധുരത്തിനനുസരിച്ച് നമുക്കതിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇനി അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും 2 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വരും അത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പിലാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഉരുക്കിയതിന് ശേഷം നമ്മളിത് ചൂടോടുകൂടി തന്നെയാണ് നമ്മുടെ പൊടിയിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം അത് എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ പാകത്തിന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന നമ്മുടെ ശർക്കര ചൂടോടുകൂടി തന്നെ നമ്മുടെ പൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിനൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 1 കപ്പ് കൊണ്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നു. അത് കുറേശ്ശെ വേണം നമ്മൾ ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കാനായിട്ട്. അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഭയങ്കര ലൂസായി പോകും. പിന്നെ നമുക്ക് കോഴി ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഞാനിതിവിടെ ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്. ബട്ടറിൽ ചെയ്യണമെന്നില്ല, നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ബട്ടറിലിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് നമ്മുടെ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം നമ്മുടെ ബാറ്ററി ലൂസ് ആക്കരുത്. അപ്പോൾ ഞാൻ ഈ ബട്ടറോട് കൂടിയിട്ട് തന്നെയാണ് അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പാളയംകുടമ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു 3 പാളയംകുടമ്പഴം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം യൂസ് ചെയ്താൽ മതി, അധികം പഴം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇനി അത് നല്ല ഭാഗത്തും എത്താൻ പാകത്തിന് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത്തിരി കട്ടിയിലാണ് മാവ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇട്ടതിന് ശേഷം മാത്രം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര അതേപോലെ തന്നെ ഏലക്കായും കൂടെ പൊടിച്ചുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓൾറെഡി കറക്റ്റാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഇട്ടൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള അച്ച് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇപ്പം നമ്മുടെ മാവിൽ എല്ലാം
കറക്റ്റാക്കി നമ്മൾ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്താൻ ഭാഗത്തിനൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാവണ ആ ടൈമിൽ ചെയ്താൽ മതി ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ സമയത്താണ് ഇതിവിടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേന് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അധികം ടൈമൊന്നും നമുക്ക് എടുക്കത്തില്ല ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ജസ്റ്റ് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കുക, പിന്നെ പാളയംകുടം പഴം ആഡ് ചെയ്യുക. പിന്നെ തേങ്ങ വറുത്തിടുന്നതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എള്ളുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ എള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം നേരം വച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു മൊത്തം പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂറും കൊണ്ട് കഴിയും. ഇതിപ്പോൾ 7 അച്ചുള്ള ഉണ്ണിയപ്പം അച്ചായതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരും. കണ്ട, ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ്, അതേപോലെ തന്നെ സൈഡൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.